മാന്യ പ്രേക്ഷകരെ ഡിംബു സ്റ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഹണി റോസ് വേഴ്സസ് ബോച്ചെ. അതായത് ബോച്ചയെ പുള്ളിക്കാരെ എന്തോ ഹറാസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക മാത്രമല്ല, പുള്ളി ഇപ്പോൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരെ വെടിയെന്നല്ല വിളിച്ചത്, നടിയെന്നാണ് വിളിച്ചതെന്ന്. കാര്യം എൻ്റെ അറിവിൽ ഹണി ചേച്ചി ചെവിക്ക് കേൾവി കുറവൊന്നുമില്ല, അവർക്കെല്ലാം നല്ലപോലെ കേൾക്കാം. അവർ കേട്ടത് കറക്റ്റ് തന്നെ, ഇയാൾ വിളിച്ചത് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടല്ലേ അവരങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറയാതെ അവരങ്ങനെ പറയും. പോരാത്തന്നെ ഈ ബോച്ചെ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് പണ്ടെപ്പോഴും ഒരു മാരത്തോൺ ഓട്ടത്തിൽ വന്നിട്ട് സ്വന്തം ജുവലറിയിലെ പേര് പൊക്കി പബ്ലിഷ് ചെയ്ത് ബിസിനസ് സ്ട്രാറ്റജിയിലെ ഏറ്റവും വലിയ ചെകുത്താനെന്ന് വേണം പറയാൻ. കാര്യം ഇതുപോലെ ബിസിനസ് സ്ട്രാറ്റജി നടത്താൻ കഴിവുള്ള ഒരുത്തനെ വേറെ തന്നെ ലോകത്ത് കണ്ടിട്ടില്ല. കാര്യം ഇവൻ്റെ ചില നേരത്തെ ഡയലോഗൊക്കെ തിരിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാൻ തോന്നും. ഇവനൊന്നും അമ്മയും പെങ്ങളും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. കാര്യം സാമാന്യ ബോധമില്ല. ഇവൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണെങ്കിൽ തിരിച്ച് പറയേണ്ട ഒരു രീതിയുണ്ട്. ഇതൊരുമാതിരി ഇവൻ വലിയ കിഡ്ഡിഷ് ക്യാരക്ടറാണെന്ന് കാണിക്കാൻ വേണ്ടി സ്വയം കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്, പണത്തിൻ്റെ ഹുങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അവൻ ചില അല്ലറ ചില്ലറ പാവങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് തന്നെ പല ഉടായ്പ പരിപാടിയും കാണിക്കുന്നുണ്ട്. ഇവനൊക്കെ ചുമ്മാ കൊടുക്കാറ് ദൈവവും അല്ലേ, തിരിച്ച് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്, എന്തൊക്കെയോ വലുതായിട്ട് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഇവനൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് സൺബേൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഉടായി പോയിട്ട് വന്നിട്ടുണ്ട്. ഇടയിൽ കേരളത്തിലുള്ളവന്മാരൊക്കെ ടുമാറോ ലാൻഡും ബൂം ഫെസ്റ്റും സൺബേൺ ഫെസ്റ്റിവലൊക്കെ ഗോവയിലൊക്കെ പോയി ഒരുപാട് കണ്ടതാണ്. നീ ഇതെവിടെ കൊണ്ടുപോകുന്ന ഇനി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കാണാൻ പോണ എന്തിനാണെന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും നല്ലപോലെ അറിയാം. ഒരുപാട് കണക്കിന് മയക്കുമരുന്നും ഡ്രഗ്സും ഇറക്കിയുള്ള പരിപാടിയാണെന്ന് നാട്ടുകാർക്ക് അറിയാം. അല്ലാതെ ചുമ്മാ നിന്ന് ഡാൻസ് കളിക്കുക ഇതൊന്നും തോന്നുന്നു. നിസ്സാരം മദ്യമെങ്കിലും കൊടുക്കാതെ ഡാൻസ് കളിക്കാൻ പറ്റൂല മിസ്റ്റർ. അല്ലാതെ തുള്ളണമെന്നുണ്ടെങ്കിൽ അത് നല്ല ഡാൻസർ ആയിരിക്കണം. സാധാരണക്കാരൻ തുള്ളുന്നത് അവനൊന്നെങ്കിൽ അകത്തെന്തെങ്കിലും ലഹരി ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ ലഹരി വിതരണം നടത്താൻ വേണ്ടി നീ നടത്തുന്നൊരു പുതിയൊരു പരിപാടി, അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറെ പൊടിക്കൈ ബിസിനസ്സുകൾ, അതിൻ്റെ തേയില, കുറെ കാറ്, പിന്നെ ഇടയ്ക്കായെങ്കിലും ഒരു പാവപ്പെട്ടവനെ കൂടെ അങ്ങ് രക്ഷപ്പെടുത്തി അങ്ങ് വിടും. പാവം തിന്നാ തീരുമെന്ന് പറയുന്ന കണക്കാണ് അവൻ്റെ ചില കാര്യങ്ങളൊക്കെ. പിന്നെ അവൻ്റെ ചില നേരത്തെ ഡയലോഗുകൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളടുത്തൊന്നും നേരെ സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാ. ആ ഒരു പരിഗണന പോലും അവനില്ല. ഇപ്പൊ നമ്മളെ തന്നെ, എന്നെ തന്നെ ഒരു പെണ്ണെന്തെങ്കിലും ഊക്കി പറഞ്ഞാൽ തിരിച്ച് എനിക്കൊരു പരിധിയുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട് അവരെ നോക്കി തിരിച്ച് പറയാനുള്ള രീതി. ഇതൊന്നുമില്ലാതെ പച്ചക്കൊക്കെയാണ് പറയണത്. എൻ്റെ കൈ കൊണ്ടുള്ള ചില ആക്ഷനൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ നല്ല കഴപ്പിന്റെ കുറവുണ്ട്. അത് മനസ്സിലായി. കാര്യം ആളെ കണ്ടാൽ തന്നെ അറിയാം ഒരു എന്തോ പറയുക പ്ലേ ബോയ് ആണെന്ന്. കാര്യം പ്ലേ ബോയ് സ്റ്റൈലിലുള്ള ജീവിതമാണ് പുള്ളി ജീവിക്കുന്നത്. പിന്നെ വേറൊരു മറ്റേ രീതിയിൽ പറയുകയാണെങ്കിൽ ഒന്നാം തരം ബിസിനസ് സ്ട്രാറ്റജി പഠിച്ച മനുഷ്യൻ. കാര്യം ഓരോരുത്തന്മാരെ പറ്റിച്ചിട്ടൊക്കെ അതിൽ നിന്നൊക്കെ ഊരാൻ വേണ്ടി സംസാരിക്കണം ചില രീതികളൊക്കെ ഉണ്ട്. ആരായാലും ഇവനൊന്ന് നെഗോഷിയേറ്റ് ചെയ്ത് വിട്ടുകളയാം. ഇവൻ ഇപ്രാവശ്യത്തേക്ക് ഒരു ചാൻസ് കൊടുക്കാമെന്ന് തോന്നിപ്പോണ രീതിയിലേക്കാണ് ഇവൻ്റെ ചില ബാർഗെയിനിങ് ഡയലോഗ്സ് ഒക്കെ. അതുകൊണ്ട് പഠിച്ച കള്ളനാണ്, സൂക്ഷിച്ചോളണം. ഇപ്പം സ്വയം ത്യജിക്കാൻ ബോച്ചെ തയ്യാറായിക്കോ. ബോച്ചെ പറഞ്ഞത് എല്ലാവരും കൂടെ ചേർത്തൊരു നിരത്തി പിടിച്ചൊരു കംപ്ലൈൻറ്റ് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ രാവിലത്തെ 6 ചപ്പാത്തി ബോച്ചയ്ക്ക് തിന്നാനുള്ള യോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ നാട്ടിൽ നിയമം എന്ന് പറയുന്നത്. അത് പലയിടത്തും ഈ നിയമം എന്ന് പറഞ്ഞ സാധനം വർക്കൗട്ട് ആയിട്ടുണ്ട്, വർക്കൗട്ട് ആകാതിരുന്നിട്ടില്ല. അതിൻ്റെ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് ഈ നാട്ടിൽ ചിലതൊക്കെ നടക്കാതെയൊക്കെ കുറച്ചൊക്കെ പരിധിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. മൃഗത്തിനെക്കാട്ടിയും കേവലമാണ് നമ്മൾ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിൽ ഇരുന്ന് പബ്ലിക്കായിട്ട് വാണമടിച്ച ഒരു പെണ്ണ് ചോദ്യം ചെയ്തപ്പം അവൻ്റെ പേര് കേസെടുത്ത് അവൻ ജയിലിൽ പോയി. പക്ഷെ അവൻ തിരിച്ചിറങ്ങിയപ്പം ഇവിടെ പുരുഷാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ കുറെ മൊണ്ണകൾ ചേർന്ന് അവനെ മാലയിട്ട് സ്വീകരിച്ച നാടാണ് ഈ കേരളം. എന്തുവാടെ ഇവിടെ എത്രയ്ക്ക് കഴപ്പ് പിടിച്ച് കിടക്കണം അവന്മാർക്കൊക്കെ. ഇതിന് മാത്രം എന്തുവാടെ ദാരിദ്ര്യം, ലൈംഗിക ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റമാണ് കേരളമെന്നും സത്യം പറഞ്ഞ എടുത്ത് പറയാം. കാര്യം ലൈംഗിക ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റ കൊമ്പിലാണ് കേരളം നീങ്ങുന്നത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ടും ഹണി റോസ് എന്ന് പറഞ്ഞ ആക്ട്രസിന്റെ കൂടെയാണ്. കാര്യം അവരവരെ ജീവിതത്തിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് വന്നൊരു സ്ത്രീയാണ്. ബോയ് ഫ്രണ്ട് എന്നുള്ള സിനിമയിൽ തുടങ്ങി ഇതുവരെ വന്ന് ഇപ്പൊ ഈ ഒരു ഡെവലപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹണി റോസ് സമ്മതിച്ചു കൊടുക്കാനാണ്. അവർ പല ഇന്റർവ്യൂസിനും പറഞ്ഞിട്ട് വരുന്നുണ്ട് കാര്യങ്ങൾ. തുറന്നടിച്ച് പറഞ്ഞ ഒരു സ്ത്രീ തന്നെയാണ്. ഇപ്പോഴും ഒരു സിംഗിൾ വുമണായിട്ട് നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാര്യം അവരാർക്കും ഡിപ്പെൻഡബിൾ ആയി പോയില്ലല്ലോ. അവരിപ്പോഴും ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്.
അതുമാത്രമല്ല ഹണി റോസിനെ എനിക്ക് നേരിട്ട് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സംഭവം തന്നെ അവർക്ക് അവരെ ബോഡി ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം പക്കയായിട്ട്. ആസ് എ വുമൺ ആര് കണ്ടാലും അട്രാക്റ്റ് ആയി പോകും. ഹണി റോസ് ആ കാര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട്, ആ പേരിനൊത്ത ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ആ സിനിമയിൽ ഇന്നും പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഒരു വുമണൊക്കെ നമ്മളെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനം തന്നെയാണ്. അഭിനയം 50%, ഭംഗി ബാക്കി 50%. അതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് മാൻ, ഇല്ലെന്നൊന്നും ആരും പറയരുത്. ഭംഗിയുള്ള വസ്തു തന്നെ കാണിക്കണം. അതെങ്ങനെ കാണിക്കണമെന്നുള്ളതൊക്കെ ഡയറക്ടറിൻ്റെയും സിനിമാറ്റോഗ്രാഫറിൻ്റെയും കാഴ്ചപ്പാടാണ്. അപ്പം ഞാൻ ഫുൾ സപ്പോർട്ട് ഹണി റോസിന് വേണ്ടിയാണ്. ഹണി ചേച്ചി, നിങ്ങളെ കൂടെ ഫുൾ സപ്പോർട്ടിന് ഞാൻ ഉണ്ട്. പിന്നെ നിങ്ങൾ തുടങ്ങിയുള്ള വാറെന്ന് പറഞ്ഞല്ലോ, നല്ല കാര്യം. ഇതുപോലെ കുറെ കഴപ്പ് പിടിച്ചവന്മാർ ഇനി കമന്റ് ഇടാൻ മടിക്കും. കാര്യം അറ്റ്ലീസ്റ്റ് സ്റ്റേഷനിലെങ്കിലും കയറാൻ പേടിയുള്ളവ ഇനി കമന്റ് ഇടൂല. അത് തന്നെയാണ് ഇതിൻ്റെ നിങ്ങളെടുത്ത ഏറ്റവും വലിയ ഒരു തീരുമാനം എന്ന് പറയുന്നത്. സോ ഐ സപ്പോർട്ട് യു ഹണി റോസ്. ആൻഡ് ബോച്ചെ, നീ ഗോച്ചെ ആവാൻ റെഡി ആയിക്കോ. ഇങ്ങനെ ഒരു സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും ബോച്ചെ ഇമാതിരി കഴപ്പ് ഡയലോഗുകളൊന്നും പബ്ലിക്കലി പറയരുത്. ബോച്ചെ, യു ഹാവ് എ സ്റ്റാൻഡേർഡ്, യു ഷുഡ് കീപ് ദാറ്റ്. അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഫോളോ ദാറ്റ് പാത്ത്. താനൊരു ബിസിനസ് മാൻ അല്ലേ? കൊങ്കർ ദ വേൾഡ്, ഫീൽ ദ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാതിരി നെഗറ്റിവിറ്റിയും ഡബിൾ മീനിങ്ങുമാണ് താങ്കൾ പറയേണ്ടത്. ഐ എം സോ ഷെയിം ഓഫ് യു മാൻ. യു ആർ സച്ച് എ ഹോറിബിൾ തിങ്. ടൈം ടു ചേഞ്ച് മാൻ, ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. ബഡിംബോ സ്റ്റോക്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ ഇനിയും നല്ലൊരു കണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.